നമസ്കാരം. പ്രധാന വാർത്തകൾ. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ എല്ലാവർക്കും വധശിക്ഷ. തൂക്കുകയർ പ്രതികളായ 15 PFI SDPI പ്രവർത്തകർക്ക് ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി. മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ നൽകുന്നത് സംസ്ഥാന നീതിന്യായ ചരിത്രത്തിൽ ആദ്യം. വിധിയിൽ സംതൃപ്തിയെന്ന് രഞ്ജിത്തിന്റെ ഭാര്യ. ഞങ്ങൾ എല്ലാവരും ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആഗ്രഹത്തേക്കാൾ എപ്പോഴും പ്രതീക്ഷിച്ചു. കാരണം അപൂർവമായ കേസ് തന്നെയായിരുന്നു ഇത്. സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല. വിധി പ്രതീക്ഷിച്ചതെന്ന് അമ്മ. ഞങ്ങളുടെ നഷ്ടം തന്നെയാണ്, ജീവിതകാലം മുഴുവനുള്ള നഷ്ടം. എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. തന്റെ അച്ഛനെ എന്തിനാണ് കൊന്നതെന്ന് മകൾ. എന്തേലും പ്രതികാരമുള്ളവർ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെ എന്തിനാ അവർ കൊല്ലുന്നത്? എൻ്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരമായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത്? ഒരു കാരണവുമില്ല. വിധി സ്വാഗതം ചെയ്ത് BJP. പ്രോസിക്യൂഷൻ അഭിനന്ദന പ്രവാഹം. സാമ്പത്തിക പ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത് തള്ളി നിയമസഭ. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കിട്ടാനുള്ള പണം കിട്ടാൻ സംയുക്തമായി നിൽക്കണമെന്ന് ധനമന്ത്രി. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയെന്ന് VD സതീശൻ. ഗവർണറുടെ സുരക്ഷാ ക്രമീകരണത്തിൽ ധാരണ. യാത്രയ്ക്ക് CRPF സുരക്ഷയൊരുക്കും. റൂട്ട് മാപ്പ് പോലീസ് നിശ്ചയിക്കും. ഗവർണർക്ക് ഇന്നും നിയമസഭയിൽ വിമർശനം. ജോസ് കെ മാണിക്കെതിരെ മോൻസ് ജോസഫ്. കാല് പിടിച്ചാവശ്യപ്പെട്ടിട്ടും UDFനെ വഞ്ചിച്ചു. PJ ജോസഫ് ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം. BJPയിൽ ചേരാൻ ഒരുങ്ങി PC ജോർജ്. പൂപ്പാറ കൂട്ടബലാത്സംഗ കേസിൽ 3 പ്രതികൾക്കും 90 വർഷം തടവ്. ബലാത്സംഗത്തിനിരയായത് ബംഗാൾ സ്വദേശിനി. വിധി പ്രഖ്യാപിച്ചത് ദേവികുളം അതിവേഗ പോക്സോ കോടതി. ഝാർഖണ്ഡിൽ രാഷ്ട്രീയ നാടകം. കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കം. അടിയന്തര നിയമസഭാ കക്ഷി യോഗം ചേർന്ന് JMM. നീക്കം ഹേമന്ത് സോറനെതിരായ ED നടപടിയുടെ പശ്ചാത്തലത്തിൽ. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് തിരിച്ചടി. ഔദ്യോഗിക രേഖ പരസ്യപ്പെടുത്തിയെന്ന കേസിൽ 10 വർഷം തടവ്. അപ്പീൽ നൽകുമെന്ന് ഇമ്രാൻഖാൻ. വിധി പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. വാർത്തയിലേക്ക് വിശദമായി. ഝാർഖണ്ഡിൽ നാടകീയ രംഗങ്ങൾ. മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് പകരം ഭാര്യ കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കം. അടിയന്തര നിയമസഭാ കക്ഷി യോഗം ചേർന്ന JMM. ഹേമന്ത് സോറിനെതിരായ ED നടപടിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? രേണുക, നമ്മൾ ബീഹാറിലും മഹാരാഷ്ട്രയിലും ഗോവയിലും ഒക്കെ കണ്ടതുപോലെ തന്നെയുള്ള വലിയ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെയാണ് ജാർഖണ്ഡ് കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെതിരായിട്ടുള്ള ED നടപടിക്ക് പിന്നാലെയാണ് വലിയ നീക്കങ്ങളിലേക്ക് JMM കടക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് അവിടെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് MLA മാരുമായി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഒരുപക്ഷെ നാളെ അദ്ദേഹം ഈ EDക്ക് മുന്നിലേക്ക് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഹാജരാകുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്നുള്ള ഒരു സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ ഭാര്യയെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ JMM കടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറിനെ താൽക്കാലികമായി മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് JMM കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നിയമസഭാ അംഗമല്ല കൽപ്പന സോറൻ. അങ്ങനെയെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെയാണ് മത്സരിച്ച് MLA ആയതിനു ശേഷം മുഖ്യമന്ത്രിയായി തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലാണ് അവർ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ആഴ്ച, അതായത് കൃത്യമായി പറഞ്ഞാൽ ജനുവരി 20-നായിരുന്നു ഏറ്റവും ഒടുവിൽ ഈ ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട ഹേമന്ത് സോറിനെ ED ചോദ്യം ചെയ്ത്. അതിനു മുമ്പ് നിരവധി തവണ ED നോട്ടീസ് അയക്കുകയും ഹാജരാകാൻ സാധിക്കാത്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. തിരക്ക് കാരണം ഹാജരാകാൻ സാധിക്കില്ല എന്ന് ഹേമന്ത് സോറൻ തന്നെ വ്യക്തമാക്കിയതായിരുന്നു. അതിനുശേഷം കൂടുതൽ നേരം, ഏകദേശം 8 മണിക്കൂറോളം ചോദ്യം ചെയ്യലിനൊടുവിൽ അദ്ദേഹത്തെ വിട്ടയക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തായിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ED കൂടുതൽ പരിശോധന നടത്തുകയും അവിടെ ഹേമന്ത് സോറിനെ കാണാനില്ല എന്നുള്ള
എന്നുള്ളൊരു ആരോപണം ഇ ഡി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഹേമന്ത് സോറൻ കടന്നു കളഞ്ഞു എന്നുള്ള ഒരു ആരോപണമൊക്കെ തന്നെ ഇ ഡി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഏകദേശം 36 ലക്ഷത്തോളം രൂപയും 2 BMW കാറും അവിടെ നിന്ന് സീസ് ചെയ്തിട്ടായിട്ടുള്ള വിവരങ്ങൾ ഇ ഡി വൃത്തങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ ഹാജരാകാമെന്നുള്ള ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടൊരു രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഹേമന്ത് സോറനും ജെഎംഎമ്മും കടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലെന്ന് ആരോപിക്കുമ്പോൾ പോലും എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കമാണ് ജെഎംഎമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മിഥുൻ, ഇപ്പോഴത്തെ ഈ നീക്കത്തിന് തന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഈ നീക്കത്തിന് ജെഎംഎമ്മിന്റെ പൂർണ്ണ പിന്തുണയുണ്ടോ? MLA-മാരുടെ യോഗം ഉൾപ്പെടെ വിളിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറച്ച ഒരു പിന്തുണ മറ്റ് പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? അങ്ങനെ തന്നെയാണ്. അതായത് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ എല്ലാ MLA-മാരും ജെഎംഎമ്മിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ MLA-മാരും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിയമസഭാ കക്ഷി യോഗത്തിൽ ജെഎംഎമ്മിന്റെ നിയമസഭാ കക്ഷി യോഗം മാത്രമാണ് ഇന്ന് ചേർന്നിട്ടുള്ളത്. മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ നാളെ അദ്ദേഹത്തിന്റെ ഈ ഒരു ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പൂർണ്ണ പിന്തുണ ഹേമന്ത് സോറന് പാർട്ടി നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ജനറൽ സെക്രട്ടറി അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. കൂടാതെ തന്നെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ബിജെപിയുടെ പ്രതിപക്ഷ നേതാവ് നെതിരെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കും ജെഎംഎം കടക്കുന്നു. അതായത് യാതൊരുവിധ തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ആരോപണങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കോടതി നടപടികളിലേക്ക് കടക്കാൻ കൂടി ജെഎംഎം തീരുമാനിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു നീക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇ ഡിയെ മുൻനിർത്തിയുള്ള ഒരു രാഷ്ട്രീയ പകപോക്കൽ ബിജെപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ജെഎംഎമ്മിന്റെ തീരുമാനം. ഒരുപക്ഷേ മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ അതിന് പിന്നീട് ഹേമന്ത് സോറൻ അതിൽ കൃത്യമായ നീക്കങ്ങൾ നടത്താൻ സാധിക്കില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷേ തന്റെ ഭാര്യയെ തന്നെ മുൻനിർത്തി ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ പാർട്ടി അംഗങ്ങളും MLA-മാരും അത് പൂർണ്ണമായും യോജിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, ഇ ഡി ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നു എന്ന് ആരോപിക്കുമ്പോൾ തന്നെ ചില നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടിയാണ് ജെഎംഎം നീക്കം നടത്തുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് മിഥുൻ നൽകിയത്. മനസാക്ഷിയെ മരവിപ്പിച്ച രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്ന് വിധി പ്രസ്താവിക്കവേ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവി പറഞ്ഞു. PFI SDPI പ്രവർത്തകരാണ് പ്രതികൾ. 15 പ്രതികളിൽ 14 പേരും വിധി കേൾക്കാൻ കോടതിയിൽ എത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെ മുഴുവൻ ആരോപണങ്ങളും ശരിവെച്ചുകൊണ്ടാണ് മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജ് VG ശ്രീദേവി 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത്. കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന ഒരു കൊലപാതകം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അത് പരിപൂർണമായി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കുറ്റപത്രത്തിൽ പോലീസ് പറഞ്ഞ 10 കുറ്റങ്ങളും പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 10ാം പ്രതി ആരോഗ്യ കാരണങ്ങളാൽ കോടതിയിൽ ഹാജരായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിധി സ്വാഭാവികമായും ഇതുതന്നെയാണ്. കാരണം ഇതേ കുറ്റം ചുമത്തിയ ആളാണ്, ഇതേ വിധി തന്നെ വരും എന്നതാണ് പ്രോസിക്യൂട്ടർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും പ്രോസിക്യൂഷന്റെ വലിയ വിജയം എന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ ഈ വിധി വന്ന ശേഷം പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കണ്ട കാലം മൊത്തം പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള കേസിൽ ഈ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചു. അതുകൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കൊലക്കേസ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുള്ളത്. പോലീസ് അന്വേഷണവും വലിയ രീതിയിൽ പ്രകീർത്തിക്കപ്പെട്ടു. പ്രത്യേകിച്ച് കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് ഈ കേസിൽ വളരെ നിർണായകമായി എന്നതാണ് പ്രോസിക്യൂഷനും കോടതിയും ഒക്കെ വിലയിരുത്തിയത്. ഡിജിറ്റൽ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്, മറ്റ് ശാസ്ത്രീയമായ തെളിവുകൾ, പ്രതികളുടെ രേഖകൾ, അതായത് ഫിംഗർ പ്രിന്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി സമർപ്പിക്കാൻ കഴിഞ്ഞത് കോടതിയിൽ കേസ് വിജയിക്കാൻ കാരണമായി എന്നതാണ് പ്രോസിക്യൂഷന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ ഫലത്തിൽ ഈ പോലീസിനും ഫലത്തിൽ വലിയൊരു അംഗീകാരമായി കേസ് മാറി എന്നതാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഈ കോടതിയിലെത്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും രാജ്യത്ത് തന്നെ അപൂർവമായൊരു വിധി എന്ന നിലയിൽ കൂടിയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ വിധി പരാമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള
കേട്ടത്. ഒരു അഭിഭാഷകനായിരുന്ന ആൾ ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം, അതായത് പ്രതിഭാഗത്തിന് ആദ്യഘട്ടത്തിൽ അഭിഭാഷകരെ പോലും കിട്ടാത്ത സാഹചര്യമുണ്ടായിരുന്നു. മറ്റ് അഭിഭാഷകർ വിസമ്മതിച്ച് ഈ കേസ് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിസമ്മതിച്ച് മാറി നിൽക്കുന്നു. ഈ ജില്ലയ്ക്ക് പുറത്തേക്ക് കേസ് മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. സുപ്രീം കോടതി വരെ പ്രതികൾ പോയെങ്കിലും ഒടുവിൽ ഹൈക്കോടതി ഇത് മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റാമെന്ന നിലപാട് എടുക്കുകയായിരുന്നു. എന്തായാലും ഷാൻ വധക്കേസിന്റെ തിരിച്ചടി എന്ന നിലയിലാണ് ആദ്യഘട്ടത്തിൽ ഈ വാർത്തകൾ ഒക്കെയും വന്നിരുന്നത്. പക്ഷേ പോലീസ് ഇത് കുറ്റപത്രത്തിൽ അവതരിപ്പിച്ചത് നേരത്തെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി നടത്തിയ ഒരു കൊലപാതകം എന്ന നിലയിലാണ്. അതുകൂടി കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി. പ്രതിഭാഗത്തിന്റെ, അതായത് നേരത്തെ TP വധക്കേസിലും ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലും ഒക്കെ കുട്ടികളുടെ മുന്നിലിട്ട് ജയകൃഷ്ണൻ മാസ്റ്ററെ കൊലപ്പെടുത്തിയ കാര്യമടക്കം ചൂണ്ടിക്കാട്ടിയത് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ ഒരു വാദം. പക്ഷെ ആ വാദം കോടതി അംഗീകരിച്ചില്ല. അമ്മയുടെയും മകളുടെയും ഭാര്യയുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസിൽ അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര വിധിയിലേക്ക് മാവേലിക്കര സെഷൻസ് കോടതി കടക്കുകയായിരുന്നു. വിധിയിൽ സംതൃപ്തിയെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബം. നഷ്ടം വലുതാണെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ പറഞ്ഞു. കോടതി വിധിയിൽ സന്തോഷമെന്നും കുടുംബം പറഞ്ഞു. ഒരു വൈകാരികമായ നിമിഷമാണെന്നറിയാം. പക്ഷെ രാജ്യത്ത് തന്നെ അപൂർവമായ ഒരു വിധിയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? നീതിപൂർവമായ ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തെളിവുകൾ അതേപോലെ തന്നെ കോടതി സ്വീകരിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ കൃത്യമായ രീതിയിൽ യഥാർത്ഥ കൾപ്രിൻസ് തന്നെ കോടതിയുടെ മുന്നിൽ എത്തിച്ചു. അത് നല്ല രീതിയിൽ തന്നെ പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്തു. ഈ നഷ്ടത്തിനിടയിലും ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. വിധി ഒരു ഷോക്ക് ലൈഫ് ലോങ് ഉണ്ടാവും, അത് മാറില്ല. കാരണം കണ്ണടച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ കയറുമ്പോഴും ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. അയ്യോ, എൻ്റെ ഏട്ടൻ വീണ് കിടന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ചവിട്ടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് മുറിയിൽ കയറുമ്പോഴത്തേനും ഓർമ്മകൾ ഇങ്ങനെ. അതുകൊണ്ട് ലൈഫ് ലോങ് ഈ ട്രോമ ഞങ്ങളെ അങ്ങനെ തന്നെ പിന്തുടരും. പക്ഷെ അതിനിടയിലും ഞങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു ശക്തിയോളം യഥാർത്ഥ പ്രതികളെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി നിയമത്തിന് മുന്നിൽ. ആ ഒരു കാര്യം കോടതി സത്യം കണ്ടെത്തുകയും ചെയ്തു. കോടതിയുടെ വിധി സംതൃപ്തിയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറം വിധി ഒരിക്കലും പകരമാകില്ല, പക്ഷെ ഒരു ആശ്വാസം ആകില്ല. ഞങ്ങളുടെ നഷ്ടം തന്നെയാണ്, ജീവിതകാലം മുഴുവനുള്ള നഷ്ടം. എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മോളും കാണും, മോളും കണ്ടിട്ടേ പോകുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള ആയുസ് ഉണ്ടാവില്ല, പക്ഷെ മോളത് കണ്ടേ പോകുള്ളൂ. കാണണം, ദൈവം കാണിക്കണം. അത് അച്ഛൻ പോയതിൽ അച്ഛൻ്റെ വിടവ് ഇതാക്കാൻ പറ്റത്തില്ലെങ്കിലും നീതി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ പോയ വിഷമം ഉണ്ട് എങ്കിലും സങ്കടത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സന്തോഷമാണ്. വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. കാരണം അച്ഛനെ അവർ ഉപദ്രവിച്ചത് സാധാരണ ഒരു കൊലയായിട്ട് മാറ്റാൻ പറ്റുന്നതല്ലായിരുന്നു. അച്ഛൻ്റെ മുഖം പോലും ശരിക്ക് കാണാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു. അച്ഛൻ്റെ മുഖം കണ്ട് സത്യത്തിൽ ഞാൻ പേടിച്ചു പോയായിരുന്നു. എപ്പോഴും എൻ്റെ ചിരിച്ചോണ്ട് തന്നെ മോളേന്ന് വിളിക്കുന്ന അച്ഛൻ്റെ മുഖം അല്ലായിരുന്നു അത് കണ്ടിരുന്നത്. അത് ശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മോള് ഈ അച്ഛനെ കൊന്നവരോട് എന്തെങ്കിലും പറയണം തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായോ? എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. എന്തേലും പ്രതികാരമുള്ളവർ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ എന്തിനാ ഒരു കൊല്ലുന്നത്? എൻ്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരമായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത്? ഒരു കാരണവുമില്ല. വൈകാരികമാണ് പ്രതികരണം. ഇവിടെയുള്ള പ്രോസിക്യൂഷൻ ടീമിൽ നിന്ന് നമുക്ക് എത്ര പറഞ്ഞാലും ഞാൻ എൻ്റെ മുഴുവൻ ജീവിതം കടപ്പെട്ടിരിക്കും അവരോടൊക്കെ. കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ അത് മനസ്സിലാക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിലോട്ടും പോയി ഇതിനെ ഇവിടം വരെ എത്തിക്കാൻ ശ്രമിച്ച പ്രതാപ് സാറ്, ഹരീഷ്, ശ്രീദേവി മാഡം, ശില്പ, ഇവരൊക്കെ എക്സലൻറ്റ് ജോബാണ്. അതുപോലെ തന്നെ പോലീസിനെയും ഞങ്ങൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ നിഷ്പക്ഷമായിട്ട് ഇതിൻ്റെ പുറകിൽ പോയി എന്നുള്ളതാണ്. ആ ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ അവർ പോയി ഇതിൻ്റെ പുറകിൽ പോയതുകൊണ്ടാണ് അവർ ഇത്രയും തെളിവുകളും ഇതെല്ലാം അവർക്ക് കിട്ടിയത്. അപ്പോൾ അതൊരു വളരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതുണ്ട്. സോ അങ്ങനെയാണ് നമ്മളിപ്പം. പിന്നെ ഈ വിടവെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും പിന്നെ ഓരോ മിനിറ്റിലും നമുക്ക് ഇപ്പോഴും എൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സ്ഥിരം വീട്ടിലുണ്ടാകാറില്ല. അപ്പോൾ ഇപ്പോഴും ഏതോ മീറ്റിങ്ങിന് പോയി വൈകുന്നേരം തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്.
ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.newseighteen.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. പ്രമേയം വോട്ടിനിട്ട് തള്ളി. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ധനസ്ഥിതി മോശമാക്കിയതെന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഭരണകക്ഷി അംഗങ്ങൾ പറഞ്ഞ കണക്കുകൾ പരസ്പര വിരുദ്ധമാണെന്നും ഒരു ഓട പോലും പണിയാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണിതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഒരു കുഴപ്പമില്ല എന്ന് ഒരു സ്ഥലത്ത് പറയുകയും മറുസ്ഥലത്ത് ഇന്ന് തന്നെ ഇവിടെ സംസാരിച്ച ഭരണകക്ഷി അംഗങ്ങൾ എത്ര പരസ്പര വിരുദ്ധമായിട്ടാണ് കണക്കുകൾ പറഞ്ഞത്, എത്ര പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. ചിലർ പറഞ്ഞു കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു, എല്ലാം ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങൾ ആദ്യം പോയി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിട്ട് പെറ്റീഷൻ ഉണ്ടാന്ന് വായിച്ചു നോക്ക്. എന്താണ് കേരളത്തിൻ്റെ സ്ഥിതി എന്ന്. രാവിലെ ധനകാര്യമന്ത്രിയും പറഞ്ഞു ട്രഷറിക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. ട്രഷറി താഴിട്ട് പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ധനകാര്യമന്ത്രി നടക്കുന്നത്. നിങ്ങൾ ആരാണ് പരിശോധിക്കുന്നത്? എന്ത് പരിശോധന നടത്തുന്നത്? ഞാൻ പറയുന്നത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ GST അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. നികുതി വെട്ടിപ്പ് തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് പണപ്പിരിവ് നടത്തിയിട്ട് അയാൾക്ക് സമ്മാനം കൊടുക്കുന്നത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും പറ്റും. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സർക്കാർ കേരളത്തിലെ ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക്, കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും കേരളത്തിലെ വികസന പദ്ധതികളും എല്ലാം തളർന്നു പോകുന്ന തരത്തിൽ കേരളത്തെ ഇവർ പിന്നോട്ട് കൊണ്ടുപോവുകയാണ്. സാർ, ഈ അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഞങ്ങൾ ഈ നിയമസഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു ധനമന്ത്രിയുടെ പ്രതിരോധം. കേന്ദ്രത്തിന് കേരളത്തോട് ചിറ്റമ്മ നയമാണെന്നും ധനമന്ത്രി പറഞ്ഞു. ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത്, ഭരണരംഗത്ത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഏകദേശം ജനാധിപത്യ സംവിധാനങ്ങളുടെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ അവസാനത്തിലേക്ക് വരെ കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായി പോകുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളോടും സംസ്ഥാനങ്ങളിലെ ജനങ്ങളോടും ഇന്ത്യയിലെ സാധാരണ ജനങ്ങളോടും കാണിക്കുന്ന അങ്ങേയറ്റം നിഷേധാത്മകമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി വെച്ചുകൊണ്ടാണ് പ്രമേയം സഭ തള്ളിയതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ സംബന്ധിച്ച് കേരള പോലീസും CRPFും തമ്മിൽ ധാരണ. ഗവർണർക്ക് CRPF സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് നേരത്തെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സുരക്ഷ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ അന്തിമ ധാരണയായത്. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്ക് ജാമ്യം. 12 പ്രവർത്തകർക്കാണ് IPC 124 ചുമത്തി അറസ്റ്റ് ചെയ്തത്. കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. ഇടുക്കി ശാന്തൻപാറ CPM പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കി. റോഡ് പുറംപോക്ക് കയ്യേറിയാണ് മതിൽ കെട്ടിയിരിക്കുന്നത് എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയത്. പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സംരക്ഷണ ഭിത്തി നീക്കം ചെയ്തത്. 10 മീറ്ററോളം ഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് പൊളിച്ചു മാറ്റിയത്. താലൂക്ക് സർവേയർ നേരിട്ടെത്തി അടയാളപ്പെടുത്തി നൽകിയ ഭാഗമാണ് പൊളിച്ചു നീക്കിയത്. LDFിൽ അസംതൃപ്തിയോടെയാണ് ജോസ് കെ മാണി വിഭാഗം തുടരുന്നതെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്. 2 കൊടിവെച്ച കാറിൽ കറങ്ങുന്നതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. LDF വിട്ട് പുറത്തുവരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ജോസ് കെ മാണി വിഭാഗം പറയുമ്പോൾ മാത്രമാണ് ഐക്യ ചർച്ചകൾക്കുള്ള സാധ്യത. ആരും അവരുടെ പുറകെ പോകില്ലെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. സ്വാഭാവികമായ അസംതൃപ്തിക്ക് സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭരണത്തിൽ അവർക്ക് ഒരു റൂളുമില്ല. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. 1-2 വണ്ടി അവർക്ക് കുടിവെച്ച് കറങ്ങാൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും കാണുന്നില്ല. LDF വിട്ട് ഞങ്ങൾക്ക് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് ജോസ് കെ മാണി വിഭാഗം എപ്പോൾ പറയുന്നു, അപ്പോൾ അല്ലാതെ ആ വിഷയത്തിന് ഒരു പ്രസക്തിയും കേരള രാഷ്ട്രീയത്തിലില്ല. ആരും അവരുടെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കേരള കോൺഗ്രസിൽ ആർക്കും സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാമെന്ന് എക്സിക്യൂട്ടീവ് ചെയർമാൻ
മോൻസ് ജോസഫ്. അന്തിമ തീരുമാനം പാർട്ടി ചെയർമാൻ PJ ജോസഫ് ആകും കൈക്കൊള്ളുക. PJ ജോസഫ് ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്നാണ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആഗ്രഹം. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് സൂചിപ്പിച്ച് മോൻസ് ജോസഫ് നിയമസഭാംഗമായി തുടരാനാണ് താൽപ്പര്യമെന്നും ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ മോൻസ് ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയിൽ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിനെ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനൗദ്യോഗികമായി ഇപ്പോൾ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രധാന നേതാക്കളോടെല്ലാം ആശയവിനിമയം നടത്തും. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയമാകുമ്പോൾ അത് സംബന്ധിച്ച് പാർട്ടിയുടെ ഏക അഭിപ്രായം ഉണ്ടാവുള്ളൂ, ഏകകണ്ഠമായ അഭിപ്രായം ഉണ്ടാവുള്ളൂ. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ ഒരു പാർട്ടിയിൽ സ്വാഭാവികമായും ഒരു ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അവകാശങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിൽ നമ്മൾ അസ്വസ്ഥരായിട്ടോ അല്ലെങ്കിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു രീതിയൊന്നും PJ ജോസഫ് സാർ ഒരു കാലത്തും കാണിച്ചിട്ടില്ല, പാർട്ടിയും കാണിച്ചിട്ടില്ല. നമുക്ക് ജനങ്ങൾ നിയമസഭ തന്നിട്ടുണ്ട്. ആ നിയമസഭയുടെ കാര്യങ്ങളുമായിട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള പ്രവർത്തന രീതി. അതാണ് ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. PJ ജോസഫാണ് ഈ ലോക്സഭാ സീറ്റിലേക്ക് മത്സരിക്കാൻ സന്നദ്ധനാണെന്ന് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞാൽ തീരുന്ന തർക്കങ്ങളെ നിലവിലുള്ളൂ. അല്ല, PJ ജോസഫ് സാറാണ് സ്ഥാനാർത്ഥിയെന്ന് PJ ജോസഫ് സാർ പറയുന്ന പ്രശ്നമില്ല. കാരണം എന്നാൽ PJ ജോസഫ് സാറ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കണമെന്ന് പാർട്ടി പ്രവർത്തകരായ സഹഭാരവാഹികളായ ഞങ്ങളെല്ലാവരുമാണ് ആഗ്രഹിക്കുന്നതും പറയുന്നതും. അത് ഈ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരേ മനസ്സോടെ പറഞ്ഞിരിക്കുന്ന പേര് PJ ജോസഫ് സാറ് മത്സരിക്കുമെങ്കിൽ അദ്ദേഹം മത്സരിക്കട്ടെ എന്ന് നേരത്തെ തന്നെ ഈ ഔദ്യോഗിക ചർച്ചയിലല്ല അല്ലാതെ ഇങ്ങനൊരു പറയുന്ന രീതിയുണ്ട്. അതിന് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KM മാണി സാറിൻ്റെ നേതൃത്വത്തിൽ യോജിച്ച പാർട്ടിയായിരുന്നു. അന്ന് യോജിച്ച പാർട്ടിയുടെ സീറ്റ് ചർച്ച കോട്ടയത്ത് നടക്കുമ്പം എല്ലാ പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരും നേതാക്കന്മാരും ഒരുപോലെ അഭിപ്രായപ്പെട്ട ഒറ്റ പേരേ ഉള്ളൂ. അത് PJ ജോസഫ് സാറിൻ്റെ പേരാണ്. BJPയിൽ ചേരാനൊരുങ്ങി PC ജോർജ്. BJPയിൽ ചേരുന്നത് ഗുണകരമാകുമെന്ന് പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കളും അഭിപ്രായപ്പെട്ടെന്നാണ് PC ജോർജ് പറയുന്നത്. ഇന്ന് ഡൽഹിയിലെത്തുന്ന PC ജോർജ് BJP കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് 10 വർഷം തടവ്. ഔദ്യോഗിക രേഖ പരസ്യപ്പെടുത്തിയെന്ന കേസിലാണ് കോടതിയുടെ വിധി. മുൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയും ഇതേ കേസിൽ 10 വർഷം ശിക്ഷിക്കപ്പെട്ടിരുന്നു. പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കോടതി വിധി. വിധിക്കെതിരെ ഇമ്രാൻഖാന് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4795 രൂപ, പവന് 38,360 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിവാദ സർക്കുലറിന്റെ മറവിൽ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് തോട്ടഭൂമി വ്യാപകമായി മുറിച്ചു വിൽക്കുന്നു. ഭൂനിയമം അട്ടിമറിക്കാനുള്ള സർക്കുലർ മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാന ലാൻഡ് ബോർഡ് തയ്യാറാക്കിയതായിരുന്നു. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ തോട്ടഭൂമി മറിച്ചു വിൽക്കുന്നത്. 2023 ജൂൺ 11 ലാൻഡ് ബോർഡ് സെക്രട്ടറി വയനാട് ജില്ലാ കളക്ടർക്ക് അയച്ച വിവാദ സർക്കുലറാണിത്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നേടിയ തോട്ടങ്ങൾ മുറിച്ചു വിൽക്കാനുള്ളതായിരുന്നു സർക്കുലർ. വിവാദ സർക്കുലറിന്റെ മറവിൽ തോട്ടഭൂമികൾ വ്യാപകമായി മുറിച്ചു വിൽക്കുകയാണ് ഇവിടെ. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ തോട്ടഭൂമികൾ മുറിച്ചു വിൽപ്പന നടത്തുന്നത്. സർക്കുലർ അനുസരിച്ച് തോട്ടഭൂമി എത്ര വേണമെങ്കിലും മുറിച്ചു വിൽക്കാനാകും. തോട്ടം ഉടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി 5% ഭൂമി തരം മാറ്റാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാർ നിയമനിർമ്മാണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സർക്കുലർ പ്രകാരം തോട്ടം ഉടമയ്ക്ക് 10 ഏക്കർ ഭൂമി വീതം 10 പേർക്ക് മുറിച്ചു വിൽപ്പന നടത്താനാവും. തോട്ടം തരം മാറ്റിയാൽ മിച്ചഭൂമിയാക്കി സർക്കാരിന് ഏറ്റെടുക്കാനും കഴിയില്ലെന്നതാണ് പുതിയ സർക്കുലർ പറയുന്നത്. സിവിൽ കോടതി നടപടികളിലൂടെ താലൂക്ക് ലാൻഡ് ബോർഡ് കണ്ടെത്തുന്ന ഭൂമി ഏറ്റെടുത്താൽ മാത്രമേ നിയമപരമായി മിച്ചഭൂമിയിൽ സർക്കാരിന് അവകാശം ഉണ്ടാവുകയുള്ളൂവെന്നും സർക്കുലർ പറയുന്നു. വിദൂര ഭാവിയിൽ തന്നെ തോട്ടഭൂമികൾ ഇല്ലാതാകുന്നതിന് വിവാദ സർക്കുലർ കാരണമാകുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. മുട്ടിൽ മരം മുറുക്കി കളമൊരുങ്ങിയതിന് സമാനമായ രീതിയിലുള്ള സർക്കുലറാണ് ഭൂമി മുറിച്ചു വിൽപ്പനയ്ക്കും സർക്കാർ ഇറക്കിയിട്ടുള്ളത്. എല്ലാ കാലങ്ങളിലും ഇടതുപക്ഷം ഉയർത്തിക്കാണിക്കുന്നതാണ് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ നേട്ടങ്ങൾ. എന്നാൽ എസ്റ്റേറ്റുകൾക്ക് ഇളവ് നൽകിക്കൊണ്ട് നിർഭാഗ്യവശാൽ
ഭൂപരിഷ്കരണ നിയമം ഇവിടെ അട്ടിമറിക്കുന്നതും ഈ സർക്കാർ തന്നെയാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി വലിയ